കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ അയക്കുന്ന മെസ്സേജുകളുടെ ഫോണ്ട് വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് വാട്സ്ആപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഏത് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ എന്ത് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ബ്ലൂ വേർഡ്സ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. 10,000 ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ ഒക്കെ ഇവിടെ നിന്ന് വായിച്ചു നോക്കാൻ സാധിക്കും. 4.6 ആണ് ഇതിന്റെ റേറ്റിംഗ്. ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. 1 MB പോലും ഈ ആപ്ലിക്കേഷന്റെ സൈസ് ഇല്ല. 891 KB മാത്രമേ ഈ ആപ്ലിക്കേഷന്റെ സൈസ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി കുറയുമെന്നൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം 1 MB പോലും സൈസ് ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യുകയാണ്. ഇത് എനേബിൾ ചെയ്യാൻ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓപ്പൺ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇതിന്റെ അക്സസിബിലിറ്റി എനേബിൾ ചെയ്യണം. ഞാനിത് ഇവിടെ ഒന്നും എനേബിൾ ചെയ്യാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു. വീണ്ടും ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം നോക്കുക, ബ്ലൂ വേർഡ്സ് എന്നുള്ളത് ഇപ്പോൾ എനേബിൾ ആയിട്ടില്ല. വീണ്ടും നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും സെറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ കുറെ ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. നോക്കുക, ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. വാട്സ്ആപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഏത് ഫോണ്ടാണോ സെലക്ട് ചെയ്തത് അതിവിടെ എഴുതി ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ സ്പേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. നോക്കുക, സ്പേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫോണ്ട് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ വീണ്ടും എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. വീണ്ടും സ്പേസിൽ ക്ലിക്ക് ചെയ്തു. ഫോണ്ട് ചേഞ്ച് ആകുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. നോക്കുക, എന്ത് ടൈപ്പ് ചെയ്യുന്നു അതിവിടെ പുതിയ ഫോണ്ടുകളിൽ വരുന്നത് കാണാൻ സാധിക്കും. ഞാനെന്ത് ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം മറ്റേതെങ്കിലും ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാണ്. മാജിക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കി ഈ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം നോക്കുക, ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിനു ശേഷം നോക്കുക, നിങ്ങൾ സ്പേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഫോണ്ട് ചേഞ്ച് ആവും. നോക്കുക, ഈ ഒരു ബട്ടന്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായി സ്പേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കുക ഇതിന്റെ ഫോണ്ട് ചേഞ്ച് ആവും, കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്നും നമ്പേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ഫോണ്ടും ഇവിടെ അവൈലബിൾ ആണ്. 1 2 3 ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നോക്കുക, നമ്പേഴ്സിന് വേണ്ടിയുള്ള ഫോണ്ടുകളും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്ത് ടൈപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. പല ഫോണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമന്റും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.